ശബരിമല യുവതി പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ മുൻ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെയും NSS കുറ്റപ്പെടുത്തി. കേന്ദ്രം ഒന്നും ചെയ്തില്ല എന്ന ആക്ഷേപമുണ്ടെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. അല്ല, സർക്കാർ അതിനുശേഷം കോടതിയിൽ ഇങ്ങനെ ഇതൊരു തീരുമാനമാകാതിരിക്കുമ്പോൾ തന്നെ സർക്കാർ യുവതി പ്രവേശനം തടഞ്ഞു. പഴയ ആചാരങ്ങൾ സംരക്ഷിക്കണം. ഞങ്ങളുടെ ഉദ്ദേശം ഇതാ, പഴയ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ അത് പഴയതുപോലെ ആക്കിക്കൊണ്ടുള്ളൊരു അലിഖിതമായിട്ടാണെങ്കിലും ഒരു നല്ല നടപടിക്രമം ഗവൺമെൻറ് സ്വീകരിച്ചു. ഈ 6-7 കൊല്ലമായിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. പക്ഷേ ഇതിപ്പം ഇവരെന്താണ് പറയാൻ പോകുന്നത്, അല്ലെ തീരുമാനം എന്താണെന്നോ നമുക്ക് നിശ്ചയിക്കാൻ ഒക്കില്ല. ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഞങ്ങൾ അതിന് ബന്ധപ്പെട്ടിട്ടുമില്ല അവരുമായിട്ട്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും സുപ്രീം കോടതി പറയാൻ പോകുന്നത്, സംസ്ഥാന സർക്കാർ കോടതിക്കകത്തെടുക്കാൻ പോകുന്ന നിലപാട്, ഇതെല്ലാം വലിയ പ്രാധാന്യമുള്ളതും ഒപ്പം വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ളതും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് അതിന് വലിയ പ്രസക്തവുമായ സംഗതി കൂടിയാണ്. അപ്പോൾ അതിന് വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം ഫൈസൽ അസീസും ഒപ്പം ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലമുമാണ് വിശദാംശങ്ങൾ നൽകാൻ പോകുന്നത്. ഫൈസൽ അസീസിലേക്ക് ആദ്യം. ഫൈസൽ, സുകുമാരൻ നായരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ശബരിമല യുവതീ പ്രവേശനത്തിന്റെ ഘട്ടത്തിൽ നാമജപ ഘോഷയാത്രയടക്കം വലിയ പ്രതിഷേധ പരിപാടികൾ നടത്തിയ NSS ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കണ്ട ആ പ്രതികരണത്തിലെ സുകുമാരൻ നായരുടെ വാക്കുകൾ, പ്രതികരണത്തെ എങ്ങനെ കാണാം? നാളെ സുപ്രീം കോടതിയിൽ ഹർജി എടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ഏത് രീതിയിൽ കാണുന്നുണ്ട് NSS? സൈഫുദ്ദീൻ, ഏതായാലും നാളെ സുപ്രീം കോടതിയിൽ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. അപ്പോൾ അതിൽ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രതികരണം അല്പസമയം മുമ്പാണ് വന്നത്. അദ്ദേഹം പറയുന്നത് സർക്കാർ എന്ത് നിലപാടെടുക്കും എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് NSS മാത്രമാണ് കക്ഷി ചേർന്നിരിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ചേർന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു അനുകൂല നിലപാട് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. സർക്കാർ തിരുത്തുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷ പങ്കുവെക്കുന്നത്. ഏതായാലും ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ 5-6 വർഷം മുമ്പാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ഈ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സുപ്രീം കോടതി ഹർജി പോയി. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് അതിന് അനുകൂലമായ നിലപാടെടുക്കുക, അതായത് ശബരിമല യുവതികളെ പ്രവേശിപ്പിക്കാം എന്നുള്ള അനുകൂല നിലപാടെടുക്കുകയും ചെയ്യുന്നത്. അന്ന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം കൂടിയായിരുന്നു അത്. അന്ന് സർക്കാർ ഈ യുവതികളെ പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുകയും അന്ന് വലിയ രീതിയിലുള്ള നാമജപ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ ആ ശബരിമല സന്നിധാനത്തുൾപ്പെടെ കണ്ടതാണ്, നിലയ്ക്കലും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഏതായാലും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അത് പുനഃപരിശോധിക്കണമെന്ന ഹർജിയാണ് സർക്കാർ നാളെ പരിഗണിക്കാനിരിക്കുന്നത്. സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കുന്നത്. ഏതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇപ്പോൾ അതിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. സർക്കാർ എന്ത് നിലപാട് എടുക്കുമെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ തിരുത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത്. സൈഫുദ്ദീൻ, തൗഫീഖ് അസ്ലമിലേക്ക് പോകാം, ഡൽഹിയിലേക്ക്. തൗഫീഖ്, നാളെ ശബരിമല യുവതീ പ്രവേശനത്തിലുള്ള പുനഃപരിശോധന ഹർജി സുപ്രീം കോടതിയിൽ വരുമ്പോൾ സുപ്രീം കോടതി അതിനകത്ത് എന്ത് പറയാൻ പോകുന്നു, ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ സാഹചര്യത്തിലുള്ള മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെല്ലാം വളരെ പ്രസക്തമാണ്. അപ്പോൾ എന്തായിരിക്കും നാളെ കോടതിക്കകത്ത് സംഭവിക്കാൻ പോകുന്നത് തൗഫീഖ്? സൈഫുദ്ദീൻ, യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചിരുന്ന സംസ്ഥാന സർക്കാരിന്റെ മുൻ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം നാളെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇനിയിപ്പോൾ കോടതിയിലെ മുന്നോട്ടുള്ള ഈ കേസിന്റെ ഭാവി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് പഴയ നിലപാട് തന്നെ ആയിരിക്കുമോ
സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെ ഉണ്ടായേക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് നാളെ രാവിലെ ഈ കേസ് പരിഗണിക്കാൻ ഇരിക്കുന്നത്. നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നതിന് ശേഷം അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും സുപ്രീം കോടതിയെ തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത്. പിന്നീട് കോവിഡ് വന്നതിനെ തുടർന്നായിരുന്നു അതിലൊരു തുടർവാദം കേൾക്കാനായിട്ട് സുപ്രീം കോടതിക്ക് കഴിയാതിരുന്നത്. 67-ലധികം ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത്. ആ ഹർജികളാണ് നാളെ സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. 2019 ശേഷം ആദ്യമായാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കാനായിട്ട് ഒരുങ്ങുന്നത്. 2018 ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഉത്തരവിറക്കിയത്. ആ ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ ആ സമയത്ത് തന്നെ എത്തിയിരുന്നു. അതിൽ ചില ഹർജികളിൽ സുപ്രീം കോടതി വാദം കേൾക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കോവിഡ് വന്നതിനെ തുടർന്നാണ് അതിൽ തുടർവാദം കേൾക്കാനായിട്ട് സുപ്രീം കോടതിക്ക് സാധിക്കാതിരുന്നത്. പിന്നീട് നാളെ ആ കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഇന്നലെയാണ് അത് കോടതി കേസ് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കോടതി ഇത് പരിഗണിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാടുകൾ നിർണായകമാകുമെന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്.